ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വിശുദ്ധ ശബത്, അതിന്റെ പ്രഭാതം സ്വർഗത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം ദൃക്സാക്ഷി റിപ്പോർട്ട് എന്നതാണ്. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 10 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഒരു കോടതി മുറിയിൽ അന്വേഷണത്തിൽ ആയിരിക്കുന്ന ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്, തന്റെ ദൃക്സാക്ഷി വിവരണം നൽകുന്നതിന് കോർട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തി നൽകുന്ന ആ വിവരണത്തെയാണ് സാക്ഷിമൊഴി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സാക്ഷിമൊഴി പറയുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ നടത്തണം. ഞാൻ സത്യമേ പറയുള്ളൂ എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ ദൃക്സാക്ഷി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഗൗരവമായ ഒരു വിഷയമാണ് എന്നുള്ളതാണ്. ഈ സാക്ഷിമൊഴി അത് പറയുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്യാം. അങ്ങനെ വാക്കാലുള്ളത് അല്ലെങ്കിൽ എഴുതിയതോ ആകാമെന്നുള്ളതാണ്. നാം തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് ഒരു ദൃക്സാക്ഷി വിവരണം കാണാൻ കഴിയും. അപ്പസ്തലനായ യോഹന്നാൻ ഒരു ദൃക്സാക്ഷി വിവരണം നൽകുകയാണ്. ഈ ദൃക്സാക്ഷി വിവരണത്തിൽ അദ്ദേഹം പറയുകയാണ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്, അതായത് യേശുക്രിസ്തു അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ് ഇത് എന്നാണ് പറയുന്നത്. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 1 അധ്യായം 1 വാക്യത്തിൽ തിരുവചനം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് യോഹന്നാന് പ്രദർശിപ്പിച്ചു. യോഹന്നാൻ ആ ദൃക്സാക്ഷി വിവരണം എഴുതി ദൈവജനത്തിനായി നൽകി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നാം ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ യേശുവിൽ നിന്നുണ്ടായ ഒരു വെളിപ്പാടാണ് ഇത് എന്ന് കാണാം. യോഹന്നാന്റെ ദൃക്സാക്ഷി റിപ്പോർട്ട് ഈ സാക്ഷ്യത്തിന്റെ ആധികാരികതയെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ഇത് നിശ്ചയമായും ആധികാരികതയുള്ളതാണ്. സ്വർഗത്തിലെ ദൈവം ഏറ്റവും അവസാന കാലത്ത് അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനുള്ള ദൈവിക സത്യം അത് തന്റെ ജനത്തെ അറിയിക്കാൻ വേണ്ടി കൊടുത്താണ്. പിതാവായ ദൈവം കൊടുത്തു, പുത്രനായ യേശുക്രിസ്തു അത് സാക്ഷ്യമായി തന്റെ ദൂതൻ മുഖാന്തരം യോഹന്നാന് പ്രദർശിപ്പിക്കുന്നതായിട്ടാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതെല്ലാം സാക്ഷീകരിച്ചു. ഈ അന്ത്യകാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് യേശു നൽകിയ വെളിപ്പെടുത്തുകൾ, അതിന്റെ ദൃക്സാക്ഷി വിവരണം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതായത് പ്രവചനാത്മകമായ വെളിപ്പാടിന്റെ സന്ദേശങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. ഇത് പ്രവചനങ്ങളാണ്. ഭാവിയിൽ സംഭവിക്കാനുള്ളത് തന്റെ ജനത്തെ അറിയിക്കേണ്ടതിന് സ്വർഗീയ പിതാവ് നൽകിയതാണ്. പുത്രൻ അത് സാക്ഷീകരിച്ച് ദൂതൻ മുഖാന്തരം യോഹന്നാനിൽ നിന്ന് പ്രദർശിപ്പിച്ചതാണ്. യോഹന്നാന് അക്ഷരം പ്രതി അത് എഴുതി ദൈവജനത്തിന് നൽകിയിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ ദൈവിക സത്യങ്ങൾ ഗ്രഹിച്ചപ്പോൾ ഈ അന്ത്യകാല സമയത്ത് ആരാണ് ഈ ദൈവത്തിന്റെ ജനം, അന്ത്യകാല ജനങ്ങളെ അങ്ങനെ തിരിച്ചറിഞ്ഞപ്പോൾ അപ്പസ്തലനായ യോഹന്നാൻ തന്നെ കാണിച്ച ദൂതന്റെ മുമ്പാകെ വീണ് നമസ്കരിക്കുന്നു.
ആ സമയത്ത് ദൂതൻ പറയുകയാണ്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യവുമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. അതായത് നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള സഹോദരന്മാർക്കും സഹഭൃത്യനാണ് ഞാൻ, അതുകൊണ്ട് എന്നെയല്ല ആരാധിക്കേണ്ടത്, ദൈവത്തെയാണ് ആരാധിക്കേണ്ടത് എന്ന് ദൂതൻ പറയുന്നു. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 9 വാക്യത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. എന്താണ് ഈ സാക്ഷ്യം? തിരുവചനം പറയുന്നു, അത് പ്രവചനത്തിന്റെ ആത്മാവാണ്. യേശുവിന്റെ സാക്ഷ്യമോ അത് പ്രവചനത്തിന്റെ ആത്മാവാണ്. അപ്പൊ യേശുവിന്റെ സാക്ഷ്യം ഭാവിയിൽ സംഭവിക്കാനുള്ളത് അറിയിക്കുന്ന പ്രവചനത്തിന്റെ സാക്ഷ്യമാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഭൂമിയുടെ ചരിത്രത്തിന്റെ അവസാന നാളുകളിൽ തന്റെ ജനത്തെ നയിക്കാൻ യേശു സഭയ്ക്ക് വചനം നൽകുന്നു. പ്രവചന സന്ദേശം പ്രഖ്യാപിക്കുന്ന ഒരു പ്രവാചക ജനതയെ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുക്കുന്നു. മാത്രമല്ല, ഈ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ പ്രവചനത്തിന്റെ ആധികാരികത പഠിക്കുക മാത്രമല്ല, പ്രവചനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല, യേശുവിന്റെ പെട്ടെന്നുള്ള മടങ്ങി വരുവിനായി ഒരു ജനത്തെ ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രവചനങ്ങൾ പഠിക്കണം. അതോടൊപ്പം യേശുവിന്റെ പെട്ടെന്നുള്ള വരവിനായി ലോകത്തിലുള്ള അനേകരെയും, യഥാർത്ഥത്തിൽ എല്ലാവരെയും തന്നെ ഒരുക്കേണ്ടതാണ്. എന്നാൽ എല്ലാവരും ഒരുങ്ങുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഒരുങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രവചനാത്മ ലിഖിതങ്ങളിലൂടെ, വെളിപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിലെ ദൈവം നൽകിയ ഈ ഭാവിയിൽ സംഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകം മാറ്റി വയ്ക്കാനുള്ള പുസ്തകമല്ല, നമുക്കായി വെളിപ്പെടുത്തിയ യേശുവിന്റെ സാക്ഷ്യമാണ്. അത് പഠിക്കുകയും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുകയും അങ്ങനെ യേശുവിന്റെ വരവിന് വേണ്ടി ഒരു ജനതയെ ഒരുക്കുകയും ചെയ്യുവാൻ സർവശക്തി നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ സമയത്ത് 7 പേരുടെ പേര് നൽകുന്നു. അവരുടെ എല്ലാം ബർത്ത്ഡേ ആണ്. ഷെർലി തട്ടാരമ്പലം, ദിവ്യ വർഗീസ് എലന്തൂർ, ആദിൽ അഭിലാഷ് വെണ്ണിക്കുളം, ആദിയ അഭിലാഷ് വെണ്ണിക്കുളം, VT തോമസ് തണ്ണിത്തോട്, ശശികുമാർ തോമ്പിക്കണ്ടം, ലിൻസൺ മാത്യു സന്തോഷ് നെടുങ്ങളപ്പള്ളി. ഈ പ്രിയ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്കായി സ്വർഗത്തിലെ ദൈവം അപ്പസ്തലനായ യോഹന്നാനിലൂടെ നൽകിയ ആ ദൃക്സാക്ഷി റിപ്പോർട്ട്, അതിന്റെ ആധികാരികത മനസ്സിലാക്കി നമുക്കത് അനുസരിക്കാം. അത് ദിനം പ്രതി അതിനെ ധ്യാനിക്കാം, പഠിക്കാം, അനേകർക്ക് അത് പകർന്നു കൊടുക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ കരങ്ങളിലേക്ക് ആദ്യമായി ഈ 7 സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ബർത്ത്ഡേ ആകയാൽ തിരുനാമത്തിന് സ്തോത്രം. അടിയങ്ങളുടെ ദൈവമായ കർത്താവേ, പ്രിയ മക്കൾ, അടിയങ്ങളുടെ കർത്താവ് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൃക്സാക്ഷി റിപ്പോർട്ട് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നതിന് ഇടയാകണമേ. അതുപോലെ തന്നെ അത് ഹൃദയസ്ഥമാക്കി മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിക്കുന്നതിന്, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുന്നതിന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ വർഷം പ്രിയ മക്കൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വർഷമാക്കി തീർക്കണം. ദൈവദൂതന്മാരുടെ സംരക്ഷണ ഉണ്ടായിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രിയ മക്കളോട് കൂടി ഇരുന്ന് ആശീർവദിക്കണം. പ്രിയപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണം. കുടുംബത്തിന് പ്രിയമക്കൾ ഒരു അനുഗ്രഹമായി മാറണം. സമൂഹത്തിനും സഭയ്ക്കും അവരെ ഏറ്റവും അനുഗ്രഹപൂർണമായി കർത്താവ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധ സ്വഭാവമുള്ള ദൈവമക്കളായി, വിശുദ്ധിയുള്ള ദൈവമക്കളായി, പാപത്തോട് പോരാടുന്നവരായി, പിശാചിനെ ജയിക്കുന്നവരായി, ജഡത്തെ ജയിക്കുന്നവരായി തീരുവാൻ കർത്താവ് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അടയ കർത്താവ്, ഇന്ന് തിരുവചനം കേട്ട അങ്ങയുടെ മക്കൾ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ സാക്ഷ്യം, യോഹന്നാനിലൂടെയുള്ള ആ ദൃക്സാക്ഷി വിവരണം, അത് വിശ്വസിച്ച് അതിന്റെ ആധികാരികത മനസ്സിലാക്കി അതനുസരിക്കുവാനുള്ള കൃപ ദൈവം നൽകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം.
യേശു കർത്താവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശബദിന്റെ ഇനിയുള്ള മണിക്കൂറുകൾ ഏറ്റവും വിശുദ്ധമായി ആചരിക്കുവാൻ, അനുഷ്ഠിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.